അരുണാചൽ പ്രദേശ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയായിരുന്നു. അവിടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. 2 വർഷം കഴിഞ്ഞു. ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ 1 ഏക്കർ സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ റബ്ബറൊക്കെ ആയിരുന്നു. അതൊക്കെ റബ്ബറൊക്കെ വെട്ടി മുറിച്ചതിന് ശേഷം ഇവിടെ ഞാൻ കുരുമുളക് കൃഷി തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 610 മൂട് കുരുമുളക് തൈ വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മെയ് ലാസ്റ്റിലാണ് ഈ തൈ. ഇപ്പോൾ 10-15 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു 3-4 തരത്തിലുള്ള വെറൈറ്റി കുരുമുളക് തൈകളാണ് വെച്ചിട്ടുള്ളത്. അർക്കളമുണ്ട എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്, കുമ്പയ്ക്കൽ, പിന്നെ പന്നിയൂർ 10, പിന്നെ വിജയ്, പൗർണമി, ചന്ദ്രിക എന്നൊക്കെയുള്ള വെറൈറ്റികളാണ് ഇവിടെ തൈ നട്ടിട്ടുള്ളത്. അപ്പോൾ തൈ നടുന്നതിന് വേണ്ടി ഞാൻ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് PVC പൈപ്പുകളിലാണ് തൈകൾ നടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 4.5 മീറ്ററുള്ള PVC പൈപ്പാണ്. ഈ പൈപ്പ് നാട്ടിയതിന് ശേഷം ഇത് കോൺക്രീറ്റ് ചെയ്താണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അതിനുശേഷം നടുന്ന സമയത്ത് നമ്മൾ ഇതിന് അടിവളമായിട്ട് എല്ലുപൊടിയും പിന്നെ ചാണകം, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 2 തൈകൾ വെച്ചിട്ടാണ് ഒരു മൂട്ടിൽ ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് പറയുന്നതനുസരിച്ച് ഇതൊരു 2 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ഈൽഡിങ് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നീട് പറയാൻ കൊണ്ടുള്ള വേറൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് കൃഷി വകുപ്പിൽ നിന്ന് യാതൊരു വിധമായ സബ്സിഡികളോ കാര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. കൃഷി ഓഫീസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ കുരുമുളകിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു സ്കീമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രപ്പോസൽ വല്ലതും ഗവൺമെൻറ്റിന് അയക്കുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് നമ്മൾ കുറച്ച് ഹൈടെക്കായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ ഈ PVC പൈപ്പിനും പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഇതിനൊക്കെ നല്ലപോലെ കാശായി. അതുപോലെ ഫെൻസിങ് 4 വശം, ഈ പന്നി ശല്യം ഉള്ളത് കൊണ്ട് ഫെൻസിങ് 4 സൈഡിലും ഇട്ടിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ആയിട്ട് നല്ല തുക ചിലവായിട്ടുണ്ട്. അപ്പം റബ്ബറിനൊക്കെ വിലയൊക്കെ കുറഞ്ഞതായതുകൊണ്ട് പല കർഷകരും റബ്ബറിൽ നിന്ന് ഇപ്പോൾ കുരുമുളക് കൃഷിയിലേക്ക് ഇപ്പം സ്വിച്ച് ഓവർ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരു അനുഗ്രഹമായിരിക്കും ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും സബ്സിഡിയും കാര്യങ്ങളും ഒക്കെ കിട്ടാനൊക്കെയുള്ളത്. അപ്പോൾ സബ്സിഡി ഒക്കെ ലഭ്യമാക്കുന്നതിനുള്ള പ്രപ്പോസലൊക്കെ കൃഷി ഓഫീസർ ഇവിടുന്ന് അയക്കുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും.